ഏവർക്കും വീണ്ടും പ്രഭാത വന്ദനങ്ങൾ. എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2024 9ാം മാസത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ഈ പുതിയ മാസം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാം ഒരുമിച്ചുള്ള ശുശ്രൂഷയിൽ ഈ ദിവസങ്ങളിൽ അനേക പ്രിയമുള്ളവർക്ക് ഈ തിരുസന്നിധി എന്നുള്ള എപ്പിസോഡുകൾ വളരെ പ്രയോജനമായി തീർന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഈ ശുശ്രൂഷ നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും താല്പര്യവും സഹകരണങ്ങളും കൈത്താങ്ങലുകളും മറ്റനേക പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുവാനും ഇത് സബ്സ്ക്രൈബ് ചെയ്യുവാനൊക്കെ നിങ്ങൾ കാണിച്ച ആ ഒരു ഉത്സാഹത്തെ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. കൃപയുടെ മൂല്യവും പ്രാധാന്യവും നാം ഒത്തിരി പഠിച്ചു കഴിഞ്ഞു. കൃപയാണ് രക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു. നമ്മുടെ വിശ്വാസത്തിനും കാരണം കൃപ മാത്രമാണ്. നമ്മെ നീതീകരിച്ചത് ദൈവകൃപയാണ്. കൃപ നമുക്ക് ദൈവസന്നിധിയിൽ പ്രവേശനം നൽകി. നമ്മുടെ സ്പിരിച്വൽ പൊസിഷൻ അല്ലെങ്കിൽ ആത്മീക സ്ഥാനീയത എന്ന് പറയും. കൃപയാൽ നാം ദൈവസന്നിധിയിലേക്ക് എത്തുവാൻ കൃപ കാരണമായി തീർന്നു. പ്രവേശനം തടഞ്ഞ പല കാര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിക്കുവാനിടയായി തീർന്നു. എന്നാൽ കൃപ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. അതുമാത്രമല്ല, കൃപ നമുക്ക് വലിയ അവകാശങ്ങൾ നൽകി. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെ, അതിനർത്ഥം വലിയൊരു വാഗ്ദത്തങ്ങൾ, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. എഫെസ്യർ 1:3 ഈ വചനങ്ങൾ പഠിക്കുമ്പോൾ സ്പിരിച്വൽ ബ്ലെസ്സിങ്സും അപ്പോൾ തന്നെ മറ്റ് ഭൗതിക വാഗ്ദത്തങ്ങൾ, നമ്മുടെ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് സമ്പത്താകട്ടെ, ഭൗതികമാകട്ടെ, ധനപരമായിട്ടുള്ള മറ്റ് ആവശ്യങ്ങളിൽ കൂടി നിറവേറേണ്ട വിഷയങ്ങളാകട്ടെ, ശാരീരിക സൗഖ്യമാകട്ടെ, മാനസിക സന്തോഷമാകട്ടെ, നമുക്ക് ലഭിക്കാനുള്ള എല്ലാ വിടുതലുകളും, അത് മെറ്റീരിയലോ ഫിനാൻഷ്യലോ ഫിസിക്കലോ ഏത് തലത്തിലാണെങ്കിലും അപ്രകാരമുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവകാശങ്ങളാക്കി ദൈവം നമ്മെ മാറ്റി. കൃപ അതിന് കാരണമായി തീർന്നു. അത് മാത്രമല്ല, കൃപ നമ്മുടെ അംഗീകാരത്തിന്റെയും ഉത്തരത്വത്തിന്റെയും ഉറപ്പ് നമുക്ക് നൽകിയിരിക്കുന്നു. എഫെസ്യർ 1:6-7 വാക്യം. എബ്രായലേഖനം 4:16 എന്താണ് പറയുന്നത്? തൽസമയത്ത് സഹായിക്കുന്ന കൃപ. സഹായം ആവശ്യമുള്ളപ്പോൾ കൃപ നമ്മെ അടിയന്തരമായി ആ തൽസമയത്ത്, അതിന് മുമ്പും അതിന് പിൻപുമില്ല, ആ സ്പെസിഫിക് ടൈം, പർട്ടിക്കുലർ ടൈം കൃപ നമ്മെ സഹായിക്കുന്നു. വളരെ മനോഹരമായ വാക്യമാണ് 2 കൊരിന്ത്യർ 8:9. കൃപ നമ്മെ സമ്പന്നരാക്കും. അത് പൗലോസ് ലേഖനങ്ങൾ പഠിക്കുമ്പോൾ കൃപാധനം, മഹിമാധനം, ക്രിസ്തു എന്ന അപ്രമേയ ധനം, തേജസ്സിന്റെ ധനം, യാക്കോബ് അപ്പോസ്തലൻ ലേഖനത്തിൽ വിശ്വാസം എന്ന സമ്പത്ത്, ഇപ്രകാരമുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ അതോടുകൂടി നിങ്ങൾക്കെല്ലാം ദാനം ചെയ്യുന്നു. കൃപ നിങ്ങളെ ശക്തരാക്കുന്നു, സമ്പന്നരാക്കുന്നു. 2 കൊരിന്ത്യർ 12:9 ശക്തീകരിക്കുന്ന കൃപ, എംപവറിംഗ് ഗ്രേസ്, ശക്തി നൽകുന്നു. പൗലോസ് തീമോഥെയോസിൽ പറയുന്നത്, എന്റെ മകനെ തീമോഥെയോസേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിൽ ശക്തിപ്പെടുക. നമുക്ക് ഈ ദിവസങ്ങളിൽ കൃപയുടെ അപ്രകാരം ഒരു ശക്തി ആവശ്യം. കൃപ നിങ്ങളെ ശക്തിപ്പെടുത്തും. ബലഹീനതകളിൽ കൃപ ശക്തി പകരും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് താൻ ഇപ്രകാരം ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. എനിക്ക് മതിയായതെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, കുറ്റമറ്റ ജീവിതത്തിലുള്ള ശക്തി ഈ ദൈവകൃപയാണ്. റോമാലേഖനത്തിന്റെ 6-7-8 അധ്യായങ്ങളൊക്കെ നമ്മൾ സസൂക്ഷ്മം പഠിച്ചാൽ പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്നുള്ള വിമോചകനാണ് കൃപ എന്ന് പറയും. പാപത്തിന്റെ ശക്തിയെ തകർക്കുവാൻ കൃപയുടെ ശക്തിക്ക് കഴിയും. കൃപ പാപത്തെ അതിജീവിക്കും, ഓവർകം ചെയ്യും. പാപം പെരുകുന്ന സ്ഥലത്ത് കൃപ അതിനെ ഓവർകം ചെയ്യും, അതിന് മീതെ വാഴുന്നു. അതുകൊണ്ട് നമ്മൾ പാപം വർദ്ധിക്കുന്നു, പാപം പെരുകുന്നു, പാപം സകലവിധമായ ശക്തിയോടെ വെളിപ്പെടുന്നു. പാപം, പാപി എന്നൊക്കെയുള്ള നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന ഒരു ടെർമിനോളജി, പദപ്രയോഗമുണ്ട്. എല്ലായിടത്തും പാപമാണ്, എല്ലാവരും പാപികളാണ്. പാപത്തെ മാത്രമേ നമ്മുടെ കണ്ണ് കാണുന്നുള്ളൂ. പക്ഷെ കൃപയെ കാണുവാനുള്ള ഒരു കണ്ണ്. അപ്പോസ്തലൻ ഒരിക്കലും പാപത്തിന്റെ സ്വാധീനത്തെ കുറിച്ചല്ല വെളിപ്പെടുത്തുന്നത്, കൃപ വെളിപ്പെട്ടതിനെ കുറിച്ചാണ്. പാപം വാസ്തവമാണ്, പക്ഷെ കൃപ സത്യമാണ്. കൃപയുടെ ശക്തിയുടെ മുമ്പിൽ പാപത്തിന്റെ സാന്നിധ്യത്തിന് നിൽക്കുവാൻ കഴിയത്തില്ല. പാപം പെരുകുന്നിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ച് പെരുകുന്നു. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. കൃപയുടെ സഹകാരികളായി തീരാം. ഇനിയും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസത്തിന്റെ ഉപനദിയാണ് ദൈവ കൃപ എന്നുള്ളത്. ഈ കൃപ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നുവെന്ന് തീത്തോസിന്റെ ലേഖനം 2:11-12 വാക്യങ്ങളിൽ നാം കണ്ടു കഴിഞ്ഞു. കറക്റ്റ് ചെയ്യുന്നു, ഡിസിപ്ലിൻ, എന്റെ പക്വതയിലേക്ക്, ആത്മീയ വളർച്ചയിൽ എന്നെ ചെത്തുവാൻ, എന്നെ കൂടുതൽ ഫലവത്താക്കി തീർക്കുവാൻ, എന്നിൽ കൂടുതൽ ഫലമുളവായി വരുവാൻ, അധികം ഞാൻ ഫലം കായ്ക്കുവാൻ കൃപ എന്നെ ചെത്തുന്നു, ശുദ്ധീകരിക്കുന്നു, ശിക്ഷിക്കുന്നു. വീണ്ടും ഒരു ആഹ്വാനം, മുന്നറിയിപ്പ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. നാം ഒരിക്കലും കൃപയിൽ നിന്ന് വീണ്ടും പോകരുത്. ഗലാത്യ ലേഖനം 5:4. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ആത്മജീവിതം തുടങ്ങി എന്നുള്ളതല്ല വിഷയം, എങ്ങനെ കൊണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് വിഷയം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ്. ആരംഭം നല്ലതാണ്, പക്ഷെ ഒടുക്കം. ഗലാത്യ സഭയോട് പൗലോസ് പറയുന്നത്, അവർ ആത്മാവിൽ ആരംഭിച്ചു, ജഡത്തിൽ അവസാനിപ്പിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്നത്തെ ദൂത് ഇങ്ങനെ അവസാനിപ്പിക്കാം. പ്രമാണത്തിന്റെ അല്ലെങ്കിൽ നിയമങ്ങളുടെ, കൽപ്പനവാദങ്ങളുടെ, കർമാചാര നിപുണങ്ങളായ മതങ്ങളോട്, അതിന്റെ കൂദാശകളോട്, ആചാര രീതികളോട് വിട പറഞ്ഞ് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരും ആ ദൈവകൃപയെ അഭയം ചൊല്ലുവാൻ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ബുദ്ധിപദേശിക്കുക.
കൃപയുടെ ജീവിതമാണ് കരണീയ മാതൃക. കാലസമ്പൂർണതയിലേക്കുള്ള ദൈവിക നിർണയം അവിടുത്തെ കൃപാധനത്താൽ മനുഷ്യന് അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പ് നൽകിയെന്നുള്ള സദ്വർത്തമാനമാണ് ഈ സുവിശേഷത്തിൽ കൂടി പുതിയ നിയമത്തിൽ വ്യക്തമാക്കുന്നത്. നാം കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരം ക്രോഡീകരിച്ചാൽ പഴയ പ്രമാണങ്ങളെല്ലാം നമുക്കറിയുന്ന പ്രമാണം, ന്യായപ്രമാണം, നീ ചെയ്യുക എന്നാൽ നീ ജീവിക്കും. ഡു ദൈ ഷാൽ ലീവ്, അത് ചെയ്യുന്നവൻ ജീവിക്കും. ന്യായപ്രമാണം എന്ത് പറയുന്നു? നീ പോയി അങ്ങനെ ചെയ്യുക. എന്നാൽ കൃപ പറയുന്നത് വിശ്വസിക്കുക എന്നാൽ നീ ജീവിക്കും. ആ ജീവൻ നൽകാനാണ് കൃപാനിധിയായ കരുണാമയനായ കർത്താവായ യേശു ഈ കൃപയെ നമുക്ക് വെളിപ്പെടുത്തി. എല്ലാം ചെയ്യുവാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ, നടക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ, ചെയ്യുവാൻ ആവശ്യപ്പെട്ടപ്പോൾ, പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കൃപയാകട്ടെ എനിക്ക് വേണ്ടി എല്ലാം പ്രവർത്തിച്ചു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു. കർത്താവ് ചെയ്തതെല്ലാം അനുസരിക്കാനുള്ള ശക്തി എന്റെ മേൽ പകരുന്നു. പ്രവർത്തിക്കുക എന്ന് ന്യായപ്രമാണം ആവശ്യപ്പെടുമ്പോൾ നടക്കുവാനും പ്രവർത്തിക്കുവാനും അതിനുള്ള പാദവും കൈകളും കൃപ എനിക്ക് ദാനം നൽകി. ന്യായപ്രമാണം പറക്കുവാൻ ആവശ്യപ്പെടുന്നു, എന്നാൽ അതിനുള്ള ചിറകുകൾ കൃപ നൽകുന്നു. എന്നോടെല്ലാം ചെയ്ത് ശരിയാക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് അതിന് ആവശ്യമായിരിക്കുന്ന എല്ലാ ഘടകങ്ങളും, നടക്കുവാനുള്ള പാദങ്ങൾ, പ്രവർത്തിക്കുവാനുള്ള കൈകൾ കൃപ എനിക്ക് നൽകുന്നു. പ്രിയമുള്ളവരെ, ഈ കൃപയുടെ ജീവിതം എത്ര ധന്യമാണ്. ഈ കൃപയുടെ അതിമഹത്തായ അനുഗ്രഹീതമായ ആത്മീയ ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് കൃപ നൽകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.